മക്കളെ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു പെസിൽ പാൽ സർബത്ത് ഉണ്ടാക്കാം. അത് ഈ നോമ്പ് കാലത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ വലിയ ഇഷ്ടാവും. അതിന് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. അതിനു വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കസുകസ് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കുതിരാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാക്കി പണിയെടുക്കുമ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 1/4 കപ്പ് സാബൂനരി വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇത് നന്നായിട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതൊരു 2-2.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ വെന്ത് കിട്ടും. പിന്നെ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടും വേവിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വേഗം വേകും. പിന്നെ ഇത് ഞങ്ങൾ പറയുന്നത് സാബൂനരി എന്നാണ്, ചിലയിടത്തിൽ ചവ്വരി എന്നാണ് പറയുക. ആ ചവ്വരിയാണ് ഈ സാബൂനരി കേട്ടോ. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. മക്കളെ, ഇനി നമുക്ക് നമ്മുടെ സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ ഈ പാത്രമാണ് അടുപ്പത്ത് വെക്കുന്നത്. ഇനി നമുക്ക് 200 ml കപ്പ് കൊണ്ട് 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 2, 3, 4 കപ്പ് ഉണ്ടാവുള്ളൂ. 4. ഞാനിതിൽ 1 ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മക്കളെ, നമ്മുടെ പാല് പാട പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പാട കെട്ടും. അതിനാണ് പറഞ്ഞത് ഇളക്കിക്കൊണ്ടിരുന്ന പാട കെട്ടത്തില്ല. പാട കെട്ടിയ പാലിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. മക്കളെ, അങ്ങനെ നമ്മുടെ പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സാബൂനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ആദ്യം വേവിച്ച് വെച്ചത് കൊണ്ട് ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ണാടി പോലെ കാണുന്നുണ്ട് ഇളക്കുമ്പോൾ, ഓരോരോ സാബൂനരിയും പൊന്തിയിട്ട്. ഇനി അതിൻ്റെ കൊഴുപ്പൊക്കെ പാലിൽ നന്നായിട്ട് മിക്സായി വരട്ടെ. മക്കളെ, നമ്മുടെ പാലും സാബൂനരിയും നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. കണ്ടില്ലേ, സാബൂനരിയും പാലും ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് അതുകൂടി ഇളക്കി പാലിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡും കൂടി മിക്സായി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇത്രയും മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് കൊണ്ട് ഇതിൻ്റെ മധുരമൊന്നും പാകാവില്ല. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള മധുരം ലാസ്റ്റാണ് ഇതിൽ ചേർക്കണത് കേട്ടോ. ഇനിയിപ്പോൾ മക്കളെ, നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ പാലിൽ മിൽക്ക് മെയ്ഡ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്കിത് ഈ പാലിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡറും പാലും തമ്മിൽ നന്നായിട്ട് മിക്സായി വരട്ടെ. മക്കളെ, ഇത് ചെറിയ തീ വെച്ചിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. വല്ലാണ്ട് കട്ടിയാവാൻ പാടില്ല കേട്ടോ. ഇത് കസ്റ്റാർഡ് പൗഡറൊക്കെ നമ്മൾ ഇടുമ്പോൾ വേഗം കട്ട പിടിക്കുള്ളൂ. അതേപോലെ വല്ലാതെ കട്ടയാവരുതേ. ഓൾറെഡി നമ്മൾ സാബൂനരി ഇട്ടപ്പോൾ തന്നെ ഒന്നുകൂടി കട്ടയാവും. അപ്പോൾ ഇതും കൂടി ചേർന്ന് രണ്ടും കൂടി ചേർന്നാൽ വല്ലാതെ കട്ട പിടിക്കും. ഇത് ഇനി നമുക്ക് ഇതേപോലെ കൈവിടാതെ ഇളക്കി ഒന്ന് തിളച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു ചെറുതായിട്ടൊരു പുളകം പോലെ വരുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ തീയൊക്കെ നിർത്തിയിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് മണം ഇഷ്ടമാണോ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ വാനില എസൻസാണ് ഒഴിക്കുന്നത്. ബദാമിൻ്റെ ഒഴിക്കാം, അതേപോലെ പൈനാപ്പിളിൻ്റെ, ഇങ്ങനെ പല പഴങ്ങളുടെ മണമുള്ളതുണ്ടാവുമല്ലോ.
അത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയിട്ട് കാണാം. ഈ നോമ്പൊക്കെ ഉള്ള സമയത്തെ നമുക്കിത് രാവിലെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ നമുക്ക് നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് എടുത്തിട്ട് ബാക്കി പണിയൊക്കെ നമുക്ക് അപ്പം ചെയ്തിട്ട് നോമ്പ് തുറക്കുമ്പോൾ നല്ലതായിട്ട് നല്ല ആസ്വദിച്ച് കുടിക്കാൻ പറ്റും കേട്ടോ മക്കളെ. ഇത് നന്നായിട്ട് ഇപ്പോൾ ചൂടാറി ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ലേശം കട്ടിയുണ്ട്, കണ്ടില്ലേ? ഇത് ഇനി നമുക്ക് ഇത് കട്ടി കുറയ്ക്കുകയും വേണം, ഇതിൻ്റെ ഉള്ളിൽ കടിക്കാൻ എന്തെങ്കിലും കുറച്ച് സാധനം ഇടുകയും വേണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് അനാർ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുതിർത്താൻ വെച്ച കസകസ 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ലൂസാവാൻ കുറച്ച് ഐസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഐസ് അലിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ജ്യൂസ് ലൂസായി വരും. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് നന്നാലി സർബത്ത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പാകത്തിനുള്ള മധുരത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒക്കെ പടകി ഇളക്കി മിക്സാക്കി എടുക്കുക. കണ്ടില്ലേ, ഐസ് അരിയും തോറും നമ്മുടെ ജ്യൂസ് ലൂസായി വന്നുകൊണ്ടിരിക്കും. മധുരം പോരെങ്കിൽ നമ്മുടെ നന്നാരി സർബത്ത് ഒഴിച്ച് മധുരം കറക്റ്റാക്കി എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ സ്പെഷ്യൽ മിൽക്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള ഇതിന് പണി കേട്ടോ. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഇതിൽ കമൻറ്റിൽ എഴുതി അറിയിക്കണം. ഞങ്ങളെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.